ഹലോ വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്നൊരു ഫിഷ് ഗ്രില്ലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫർഷ് ഫിഷാണ് കേട്ടോ. ഈ ഫിഷിനെയാണ് നമ്മൾ ഗ്രിൽ ചെയ്യാൻ പോകുന്നത്. സ്റ്റോറിൽ നിന്ന് ഓൾറെഡി ക്ലീൻ ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് നല്ലോണം കഴുകി വെച്ചു. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ പിങ്ക് സോൾട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതാണ് പിങ്ക് കളറ്. 2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി അവൈലബിൾ ആണെങ്കിൽ അതെടുക്കാം. ഞാൻ ഇവിടെ സാധാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു നാരങ്ങ, അതായത് ചെറുനാരങ്ങ. പിന്നെ പുളിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. പുളി സോക്ക് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒലീവ് ഓയിലാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയിട്ട് ഈ ഒരു ഫിഷ് ഗ്രിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്കപ്പോൾ മാരിനേഷൻ റെഡിയാക്കാം. ഞാൻ ജസ്റ്റ് ആ ഇഞ്ചി വെളുത്തുള്ളിയും ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സെയിം ജാറിൽ തന്നെയാണ്, മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഇതെല്ലാം ഇട്ടിട്ട് അരച്ചെടുക്കുന്നത്. ഇനി ഫിഷ് നമുക്ക് നല്ലോണം വരഞ്ഞു കൊടുക്കാം ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. മിനിമം 6 hours നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം, എന്നിട്ട് വേണം ഗ്രിൽ ചെയ്തെടുക്കാൻ. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് ഓവർനൈറ്റ് വെക്കുമ്പോഴാണ്. ഞാൻ രാവിലെയാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചത്, എന്നിട്ട് ഡിന്നറിന് വേണ്ടിയിട്ട് ഇത് ഗ്രിൽ ചെയ്തെടുത്തു. 2 സൈഡും നമുക്ക് വരഞ്ഞു കൊടുക്കണം. വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കിത് മസാല നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. 2 സൈഡും ഇപ്പോൾ നല്ലോണം വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു മസാലയിൽ മുളക് പൊടി 2.5 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം കേട്ടോ. അതുപോലെ കുരുമുളക് പൊടിയും കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഫിഷിൻ്റെ മാരിനേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫിഷിൻ്റെ അകത്തും പുറത്തും എല്ലായിടത്തും നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മസാല. ഇനി നമുക്കിത് ഒരു ഫോയിലിൽ ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ജസ്റ്റ് മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒരു അലുമിനിയം ഫോയിലിൽ കവർ ചെയ്തിട്ട് നമുക്ക് റെഫ്രിജറേറ്ററിൽ വെക്കാം കേട്ടോ. ഈ ഒരു ഗ്രില്ലറിലാണ് ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ നമ്മളുടെ ടെമ്പറേച്ചറും അതുപോലെ ടൈം ഡ്യൂറേഷനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൈഡിൽ സെറ്റിങ്സ് എല്ലാം ഉണ്ട്. അതുപോലെ ഇതിനൊരു കവറും ഉണ്ട്, അതായത് മൂടിയും ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒലിവ് ഓയിൽ ഒരു ടിഷ്യൂവിലാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു ആ ഗ്രില്ലറിൻ്റെ മുകളിൽ. ഇനി നമുക്കിതിലേക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. ഫിഷ് വെക്കുമ്പോഴാണ് മനസ്സിലായത് ഗ്രില്ലറിനേക്കാളും വലിയ ഫിഷായിരുന്നു എന്ന്. കുറച്ചും കൂടി ചെറിയ ഫിഷ് വാങ്ങണമായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നല്ലോണം സെക്യൂറായി വെച്ചിട്ടുണ്ട് ഫിഷ്. ഇനി നമുക്ക്, ഞാൻ ടെമ്പറേച്ചർ വെച്ചത് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഒരു 5 minutes ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റീം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുക്കായി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ടെമ്പറേച്ചറും അതുപോലെ ടൈം ഡ്യൂറേഷനും എല്ലാതും അതിൽ കൊടുത്തിട്ടുണ്ട്. 5 minute കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ആ ഫിഷ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു.
അപ്പോഴേക്കും അത് നല്ലോണം കളറൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു. ആ മറിച്ചിടുന്ന ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. അതിനെ അപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കുക്ക് ചെയ്തെടുക്കാം. ഫിഷിൻ്റെ 2 സൈഡും കുക്കായതിന് ശേഷം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലെ ലെയറും കൂടി കുക്കാവാൻ വേണ്ടിയിട്ട്, അതായത് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അതും നല്ലോണം കുക്കായി വന്നു. ഈ ഒരു ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 20 മിനിറ്റ്സ് എടുത്തു ടോട്ടൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് സൈഡൊക്കെ നോക്കുകയാണ് കുക്കായി വന്നിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ. ഇതുപോലെയുള്ള ഗ്രില്ലർ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കനും ഫിഷും അതുപോലെ വേറെ മീറ്റൊക്കെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന്. അതുപോലെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന വളരെ സിമ്പിളായിട്ടൊരു മസാലയാണ്. അധികം ഹെവി ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫിഷ് ഗ്രില്ല്. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കുന്നതാണ് ഫിഷ് എത്രത്തോളം ഗ്രില്ലായിട്ടുണ്ട്, അതായത് കുക്കായിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, അതുപോലെ വളരെ ഹെൽത്തിയാണ്. എണ്ണയൊന്നും അധികം യൂസ് ചെയ്തിട്ടില്ല, അതും ഒലിവ് ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞങ്ങളത് കുബൂസിൻ്റെ കൂടെയാണ് കഴിച്ചത്. ഡിപ്പായിട്ട് കുറച്ച് ഹമൂസും ഉണ്ടായിരുന്നു, പിന്നെ പിക്കിൾഡ് വെജിറ്റബിൾസും ഉണ്ടായിരുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിഷ് ഗ്രില്ലാണ് ഇത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്